ദേവു ക്യാൻറ്റീനിലിരുന്ന് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരവും വിഷ്ണുവും പാറുവും അങ്ങോട്ട് വരുന്നത്. ദേവുവിനെ കണ്ടത് മൂവരും അവളുടെ അരികിലേക്ക് നടന്നു. മൂവരും ദേവുവിൻ്റെ അരികിൽ വന്നിരുന്നു. അനു അനഘ എവിടെ? അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. പാറുവാണ് ദേവുവിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത്. ഞാൻ കാരണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകരണ്ട, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നോളാം, ദേവു പറഞ്ഞു. അതൊന്നും വേണ്ട. ഈയിടെയായി അനുവിൻ്റെ സ്വഭാവം പരമ ബോറാണ്. അത് പറയുമ്പോഴുള്ള ആരവിൻ്റെ മുഖഭാവം ദേവു ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ എന്താ സംഭവം എന്നത് അവൾ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല. അങ്ങനെ 4 പേര് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കഴിപ്പ് തുടർന്നു. അതിനിടയിൽ ദേവുവിൻ്റെ കണ്ണുകൾ പാറവിൽ മാത്രമായിരുന്നു. അവളുടെ സംസാരവും കളിയും ചിരിയും സൗന്ദര്യവും എല്ലാം ദേവു ഒരു നിമിഷം നോക്കി നിന്നു. ഈ ദച്ചുവേട്ടൻ എന്തിനാ ആ അനുപ്പിശാസിനെ നോക്കാൻ പോയേ? ഇല്ലല്ലോ, ഞാൻ ഈ കൊച്ചിനെ സെറ്റ് ചെയ്ത് തന്നേനല്ലോ. ദച്ചുവേട്ടൻ്റെ പാറു ആ മാച്ച്, അവൻ ഒട്ടും മാച്ചല്ല. ദേവു പാറുവിനെ നോക്കി ആത്മകഥം പറയുന്നുണ്ട്. അല്ല ദേവു, ശരിക്കും നീ അഭിസാറിൻ്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യുമായിരുന്നു? വിഷ്ണു ആയിരുന്നു ചോദിച്ചത്. ഞാൻ ചുമ്മാ ഒരു ടൈം പാസിന് ഒരു സ്വപ്നം കണ്ടതാ. അല്ലേലും സ്വപ്നം കാണാൻ നമുക്ക് ലോണൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനിടയിൽ അവളൊന്ന് കുമാരനാശാനാവാനോ നോക്കിയിരുന്നു. ഹിറ്റ്ലറിൻ്റെ പ്രണയം ആ ടൈറ്റിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പാറു പറയുന്നത് കേട്ടതും ദേവു അവളെ കൂർപ്പിച്ചു നോക്കി. അത് ശരി, അപ്പോൾ കവിത എഴുതിയതല്ലേ? അതും അങ്ങേരുടെ ഇരട്ടപ്പേര് വെച്ച്? നീ ആയതുകൊണ്ടായിരിക്കാം അഭിയേട്ടൻ ഒരു ഗെറ്റ് ഔട്ടിൽ ഒതുക്കിയത്. വേറെ വല്ലവരും ആയിരുന്നിൽ അങ്ങ് വലിച്ചു കീറി പടമാക്കിയേ പാലമരത്തിൽ തളച്ചേനെ, ആരവ് പറഞ്ഞു. പിന്നെ തളയ്ക്കാനേ ഇങ്ങോട്ട് വരട്ടെ. അതിനു മുൻപേ ഞാൻ അങ്ങേരെ പൈൻമരത്തിൽ തളച്ചെടുക്കും. എൻ്റെ ദേവു പൈൻമരത്തിൽ ആരെങ്കിലും തളക്കുമോ? വിഷ്ണു ചിരിയോടെ ചോദിച്ചു. ഈ ദേവാൻഷിക പൈൻമരത്തിൽ മാത്രമല്ല, ചിലപ്പോൾ പൈനാപ്പിൾ മരത്തിൽ വരെ തളച്ചെന്നിരിക്കും. പൈനാപ്പിൾ മരോ? എൻ്റെ ദേവു, നിൻ്റെ ഒരു കാര്യം, പാറു ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരമാണ് ദേവുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്ന ലവ് ലെറ്റർ പയ്യൻ എന്ന പേര് കണ്ടതും അവൾ എടുക്കണോ വേണ്ടയോ എന്ന പോലെ ഒന്ന് ചിന്തിച്ചു. ശേഷം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ചേച്ചി, ഇത് ഞാനാ. മനസ്സിലായടാ. ഇന്നലെ ഞാൻ ചേച്ചി എന്തോരം വിളിച്ചു, എന്താ എടുക്കാഞ്ഞേ? എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ ഇടയ്ക്കിടെ വിളിച്ചാൽ എങ്ങനെയാ ശരിയാവുക? എന്തായാലും സംഭവം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം ശരിയാക്കാന്നേ, നീ ഇങ്ങനെ ധൃതി കൂട്ടാതെ. മോനൊരു 5 അല്ലെങ്കിൽ വേണ്ട 6 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കണമെന്നാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ദേവ് പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ കയറി ഇടപെട്ടു. അല്ലടാ. മനസ്സിലായി 6 ദിവസമല്ലേ? വേണ്ട, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാം. ചേച്ചിക്ക് ഒരു ദിവസം കൂടി ഞാൻ നീട്ടി തന്നിരിക്കുന്നു. എൻ്റെ അനിയ, നീ ഇങ്ങനെ തോക്കിക്കേറി വെടിവെക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 6 വർഷം കഴിഞ്ഞ് വിളിക്കാനാ ഞാൻ പറഞ്ഞത്. മിക്കവാറും ആ സമയത്തായിരിക്കും അവളെ കെട്ടിച്ചു വിടുക. അതുകൊണ്ട് അനിയൻ ഇനിയും ലവ് ലെറ്റർ എഴുതി സമയം കളയാതെ നന്നായി പഠിച്ച് നല്ല ജോലി നേടിയെടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇക്കാര്യത്തിലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പ്രണയം സത്യമാണേൽ അപർണ മഹേശ്വർ, അല്ലടാ നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? നിഖിൽ ശങ്കർ. 6 വർഷം എന്ന് കേട്ടപ്പോൾ അവൻ കാറ്റഴിച്ച ബലൂൺ പോലെ ആയെന്ന് അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം കേട്ടപ്പോൾ ദേവുവിന് മനസ്സിലായി. നിഖിൽ ശങ്കറിനുള്ളതായിരിക്കും. ഇതെൻ്റെ വാക്കാ. അപ്പോൾ നമുക്ക് 6 വർഷം കഴിഞ്ഞ് സംസാരിക്കാം. വെക്കട്ടെ ടണിയ. ചേച്ചി സിം കാർഡ് ചേഞ്ച് ചെയ്യില്ലല്ലോ? സിം കാർഡ് ചേഞ്ച് ചെയ്താലും ഹിറ്റ്ലറിനെ ഞാൻ ചേഞ്ച് ചെയ്യില്ലടാ. നിനക്ക് വീടറിയാലോ, നീ അങ്ങോട്ട് വന്നാൽ മതിയേ. അന്നേരം നീ മതിലിൻ്റെ മണ്ടേ കയറി ഒളിഞ്ഞു നോക്കാതെ ധൈര്യമായിട്ട് മുന്നിലെ ഗേറ്റിൽ കൂടി വന്നേക്കണം. ജീവനോടെ ഉണ്ടെങ്കിലേ അവിടെ ഞാനുണ്ടാവും, നിനക്ക് ഫുൾ സപ്പോർട്ടായി. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? പെണ്ണ് ചോദിക്കാൻ നേരം ഹിറ്റ്ലറിനോട് കട്ടൊക്കെ പിടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിയേക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വെക്കട്ടടാ എന്നും പറഞ്ഞു ദേവ് കോൾ അവസാനിപ്പിച്ചതും ബാക്കി 3 പേരും കിളിപ്പോയി ഇരിപ്പുണ്ട്. വൈകുന്നേരം അബി പാർക്കിംഗ് ഏരിയയിൽ അനുവിനെയും ദേവുവിനെയും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അനു അവൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. ദേവ് എവിടെ? അബി ചോദിച്ചു. അവൾ പോയി. അനു വായിൽ വന്ന് നുണയങ്ങ് തട്ടിവിട്ടു. പോയോ? പോയി. നേരത്തെ ഗെറ്റ് ഔട്ട് അടിച്ച ദേഷ്യം കൊണ്ട് പോയതാവാം. ആരുടെ കൂടിയാ അവൾ പോയേ? അബി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അവളെ കാണാൻ എവിടേക്ക് അന്വേഷിച്ചപ്പോൾ പാർവതിയാ അവൾ പോയെന്ന് പറഞ്ഞ്. അനു പറഞ്ഞത് കേട്ട് അബി ദേവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നതല്ലാതെ അവൾ ഫോൺ എടുത്തില്ലായിരുന്നു. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അബി അനുവിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. ദേവു ലൈബ്രറിയിൽ പോയതായിരുന്നു. പോയി വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. പാർക്കിംഗ് ഏരിയയിൽ വന്നപ്പോൾ അബിയും ഇല്ല, അബിയുടെ കാറും ഇല്ല. ഓഹോ, അപ്പോൾ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയി അല്ലേ? തനിക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ ഈ ഉള്ളം കയ്യിലിട്ടുണ്ടേ ഞാൻ താണ്ഡവമാടും, നോക്കിക്കോ. അതും മനസ്സിൽ പറഞ്ഞ് അവൾ മുൻവശത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഹേയ് ദേവു, നീ പോയില്ലേ? അഭിയേട്ടൻ്റെ കാർ ഗേറ്റും കടന്ന് പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ.
ഇല്ലടാ, ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയതാ. വന്നപ്പോഴേക്കും ഹിറ്റ്ലറും ഇല്ല, കാറും ഇല്ല. നീ വീട്ടിലേക്കല്ലേ, നമുക്ക് ഒരുമിച്ച് പോയാലോ? അതിനെന്താ, ആരോ പറഞ്ഞു. അങ്ങനെ ദേവു ആരവിൻ്റെ ബൈക്കിൻ്റെ പിറകിൽ കയറിയിരുന്നു വീട്ടിലേക്ക് തിരിച്ചു. വീടിന് മുന്നിലെ ഗേറ്റിനരികിൽ എത്തിയതും ദേവു ആരവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ആരവ് വണ്ടി നിർത്തി. എന്നാ ഞാൻ പോട്ടടാ, നാളെ കാണാം എന്നും പറഞ്ഞു ദേവു ഗേറ്റും തുറന്ന് അകത്തേക്ക് നടന്നു. ദേവുവിനെ കണ്ടതും സിറ്റ് ഔട്ടിൽ നിന്നും ചോട്ടു ഓടി വന്ന് അവളുടെ മേലേക്ക് ചാടിക്കയറിയതും ദേവു അവളെ പിടിച്ചുയർത്തി വട്ടം കറക്കി. ശേഷം തൻ്റെ ബാഗിൽ നിന്നും ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് ചോട്ടുവിന് കൊടുത്തതും ചോട്ടു ഹാപ്പി. ഇരുവരുടെയും ശബ്ദം കേട്ടിട്ടാണ് ആമി അങ്ങോട്ട് വരുന്നത്. ആമിയെ കണ്ടതും ദേവു ഓടിച്ചെന്ന് ആമിയെ കെട്ടിപ്പിടിച്ചു. ദേവു, നീ എന്താ അവരുടെ കൂടെ വരാഞ്ഞേ? നിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി നീ ഇന്നും വീട്ടിലേക്ക് പോയി കാണുമെന്ന്. അഭിയേട്ടനോട് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയതുമില്ല. ഞാൻ ലൈബ്രറിയിലായിരുന്നു. ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നപ്പോൾ അഭിയേട്ടനെ കണ്ടില്ല. അങ്ങനെ ആരവിൻ്റെ കൂടെയാ വന്നേ. ദേവു പെട്ടെന്ന് ഫ്രഷായി വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അവിടം വരെ പോയി വരാം. ഗോവിന്ദ മാമയും അമ്മായിയും നിന്നെ ചോദിച്ചായിരുന്നു. ഓ, അതിനെന്താ ചേച്ചി, ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. അമ്മമ്മ ഇവിടെ? ആമി ചോദിച്ചു. അമ്മമ്മയെ ഗോവിന്ദ മാമ കൊണ്ടുപോയി. നാളെ മുതൽ ഞാനും ഹോസ്പിറ്റലിൽ പോയി തുടങ്ങുമല്ലോ. പിന്നെ ഇവിടെ തനിച്ച് നിൽക്കണ്ടല്ലോ എന്ന് കരുതി. ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് വരാവേ. അതും പറഞ്ഞ ദേവു സ്റ്റെയർ കയറുന്നതിനിടയിലാണ് അപ്പു താഴെ ഇറങ്ങി വരുന്നത്. അപ്പു മോളെ, സുഖാണോ? ചേച്ചി വന്നുട്ടോ. അപ്പുവിൻ്റെ കവിള് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് ദേവു പറഞ്ഞത്. അന്നേരം അപ്പു ദേഷ്യത്തോടെ ദേവുവിൻ്റെ കൈ തട്ടി മാറ്റി സ്റ്റെയർ ഇറങ്ങി. ദേവു ഇതൊന്നും കാര്യമാക്കാതെ തൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. മുറിയിലെത്തിയതും ദേവു തൻ്റെ ബാഗും വലിച്ചെറിഞ്ഞു. ടീഷർട്ടിന് മേലേറ്റിരിക്കുന്ന ഷ്രഗും അഴിച്ചു മാറ്റി ബെഡിലേക്ക് ഒരൊറ്റ വീഴലായിരുന്നു. അബി കുളിയും കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നതായിരുന്നു. അന്നേരമാണ് കാല് രണ്ടും താഴെയിട്ട് ബെഡിൽ മലർന്നു കിടക്കുന്ന ദേവുവിനെ അവൻ ശ്രദ്ധിക്കുന്നത്. അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. ചെറുതായി കാണുന്ന അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് തല താഴ്ത്തി വെച്ച് മുടിയിലെ വെള്ളം തെറിപ്പിച്ചതും ദേവു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അവനെ കൂർപ്പിച്ച് നോക്കിയതും അവൻ അവളെ വട്ടം ചുറ്റി പിടിച്ചു. അവളുടെ മുഖത്തേക്ക് തൻ്റെ മുടിയിലെ വെള്ളം കുഴഞ്ഞു. ഒരു നിമിഷം അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ പിന്നെയും അവനെ കലിപ്പിൽ നോക്കുന്നുണ്ട്. ആ നിമിഷം അവൻ അവളുടെ കഴുത്തിലേക്ക് വെള്ളം ചീറ്റി. അവളുടെ കഴുത്തിലും നഗ്നമായ തോളിലും വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് അവൻ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഓരോന്നും അവൾ നോക്കി നിന്നു. തൻ്റെ തോളിൻ്റെ ഭാഗത്തേക്ക് അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതും അവിടെ കിടക്കുന്ന വെള്ളത്തുള്ളികളിലേക്ക് അവൻ പതിയെ ഓതുന്നതും കാണവേ ഒരു നിമിഷം അവളുടെ അടിവയറ്റിൽ നിന്നും ചിത്രശലഭങ്ങൾ ചിറക് വിടർത്തി പറന്നുയരുന്ന ഫീലായിരുന്നു. അവളുടെ കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞു പോയിരുന്നു. ഐ സേ യു ഗെറ്റ് ഔട്ട്. ഇടിമുഴക്കം പോലെ ആ സ്വരം കാതിൽ പതിയുന്നത് പോലെ തോന്നിയതും അവളവനെ പിടിച്ച് ബെഡിലേക്ക് ഒരു തള്ളലായിരുന്നു. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ ബെഡിലേക്ക് മലർന്നടിച്ചു വീണു. അവൻ കണ്ണുമിഴിച്ച് അവളെ നോക്കിപ്പോയി. ഭദ്രകാളിയെപ്പോലെ തന്നെ നോക്കുന്നവളെ കണ്ട് അഭി ചെറുതായി ഒന്ന് പതറി. താൻ എന്നെ ഗെറ്റ് ഔട്ട് അടിക്കും അല്ലേ? അതും പോരാഞ്ഞ് എന്നെ കോളേജിൽ കളഞ്ഞിട്ട് പോന്നു. എന്നിട്ടിപ്പോൾ റോജയിൽ അരവിന്ദ് സ്വാമി ആവാൻ വന്നിരിക്കുന്നു. ദേവുവിൻ്റെ പറച്ചിൽ കേട്ട് അഭി അറിയാതെ ചിരിച്ചുപോയി. അയ്യടെ ചിരി കണ്ട, ഇതിലൊന്നും ഈ ദേവു വീഴില്ല. അതും പറഞ്ഞ് അവൾ അവന് നേരെ കുനിഞ്ഞു. ബെഡിൽ അവൻ്റെ ഇരു സൈഡിലായി അവൾ തൻ്റെ ഇരു കൈയും കുത്തി നിന്നു. ഇയാളിനി റൊമാൻസും കൊണ്ടുവാ, ഞാൻ കാണിച്ചു തരാം, ദേവു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. കുറച്ചൊക്കെ ഞാൻ കാണുന്നുണ്ട്, ബാക്കി എപ്പോൾ കാണിച്ചു തരും. തനിക്ക് മുന്നിൽ അനാവൃതമായി അവളുടെ മാറടുക്കിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതിനർത്ഥം മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ നിവർന്നു നിന്ന് അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യേ വൃത്തികെട്ടവൻ, ഈ വൃത്തികേടൊക്കെ കറക്റ്റായിട്ട് എനിക്ക് ക്ലാസ് ടൈമിൽ ഓർമ്മ വരും. അങ്ങനെ ആ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ വന്നപ്പോൾ അറിയാതെ ഒരു കുഞ്ഞു കവിത എഴുതി. പിന്നെ ഒരു കുഞ്ഞു സ്വപ്നം കണ്ടു. അതിനെന്നെ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ച് കളഞ്ഞില്ലേ ദുഷ്ടൻ. ക്ലാസ് ടൈമിൽ അമ്മാതിരി കോപ്രായം കണ്ടാലേ ഇനിയും ഞാൻ പിടിച്ച് പുറത്താക്കും. അവളുടെ ഒരു ഉണക്ക കവിത. ഇനി ജീവിതത്തിൽ നീ കവിത എഴുതി പോവരുത്. അങ്ങനെയാണല്ലേ, കാണിച്ചു തരാം എന്നും പറഞ്ഞു കയ്യിൽ കിട്ടിയ പില്ലോ എടുത്ത് അവൻ്റെ മേലേക്ക് എറിഞ്ഞു. എന്നിട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് വാർഡ്രോബിന് അരികിലേക്ക് നടന്നു. അവളുടെ പോക്ക് അവൻ ചെറിയാലെ നോക്കി നിന്നു. ദേവു വാർഡ്രോബിൽ നിന്നും ചുരിദാറും എടുത്ത് വാഷ്റൂമിലേക്ക് നടക്കാനൊരുങ്ങി. അതെ, എനിക്കൊരു കോഫി വേണമായിരുന്നു. അവിടെ ആമി ചേച്ചി ഉണ്ടല്ലോ. അവൾ തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു. എനിക്കെൻ്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയ കോഫി കുടിക്കണം. എന്നെ പാതി വഴിയിൽ കളഞ്ഞിട്ട് വന്നവർക്കൊന്നും ഞാൻ കോഫി ഉണ്ടാക്കി കൊടുക്കാറില്ല. നീ നേരത്തെ ഇങ്ങോട്ട് പോകുന്നെന്ന് അനു പറഞ്ഞു. ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചതുമാണ്. ഫോൺ എടുക്കാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. ഓ, ഇപ്പോൾ എല്ലാം എൻ്റെ കുറ്റം. നിങ്ങൾക്ക് പെങ്ങൾ പറയുന്നതാണല്ലോ വേദവാക്യം. അതും പറഞ്ഞു ദേവു വാഷ്റൂമിലേക്ക് നടന്നു. അമ്മു, കോഫി? അവി പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് തരാം എന്നും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് നടന്നു. ദേവു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അഭി ഡ്രസ്സൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. നിങ്ങളിതെങ്ങോട്ടാ?
ഹോസ്പിറ്റലിലോട്ട്. നീ വരുന്നുണ്ടോ? ഞാനില്ല, ഞാനും ആമി ചേച്ചിയും കൂടി അപ്പുറത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? എന്നെ അവിടെയും കൊണ്ട് കളഞ്ഞിട്ട് പോരാനാ എന്നും പറഞ്ഞ് അവൾ മുറിവിട്ടിറങ്ങി. ആമി ദേവുന് കോഫി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അബി ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ട് ഹാളിലെ സ്വിങ്ങിലിരുന്ന് കോഫിക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടരികിൽ ഇടവും വലവും ചേർന്ന് അപ്പവും അച്ചും ഉണ്ട്. മക്കളെ, ദേ ആമി ചേച്ചി അന്വേഷിക്കുന്നുണ്ട്, ദേവ് ഇരുവരെയും നോക്കി പറഞ്ഞു. ഞങ്ങളെയോ? എന്തിനാ? അച്ചു ചോദിച്ചു. അതെനിക്കറിയില്ല, മക്കൾ ചെല്ല്, ചേച്ചിയല്ലേ വിളിക്കണത്, എന്തേലും കാര്യം കാണും. ദേവ് പറഞ്ഞത് കേട്ടതും അപ്പവും അച്ചുവും ദേവുവിനെ ഒന്ന് നോക്കി എഴുന്നേറ്റ് നടന്നു. ആ നിമിഷം ദേവു അബിയുടെ തൊട്ടരികിൽ വന്നിരുന്നു. അവൻ നേരെ കോഫി നീട്ടി. പത്രത്തിൽ നിന്നും ദൃഷ്ടി മാറ്റാതെ അവളൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ കോഫി കപ്പ് വാങ്ങി ചുണ്ടോടടുപ്പിക്കുന്നത് കണ്ടതും ദേവുവിൻ്റെ മുഖം മങ്ങി. മനുവേട്ടാ, എങ്ങനെയുണ്ട് കോഫി? കൊള്ളാവോ? പൊക്കി പറയുവാണെന്ന് കരുതരുത്, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം പത്രത്തിലായിരുന്നു. കൊള്ളത്തില്ലെന്നോ ദുഷ്ട? ആദ്യമായിട്ട് ഭാര്യ സ്നേഹത്തോടൊരു കോഫി ഉണ്ടാക്കി തന്നപ്പോൾ ഒരു ഭംഗി വാക്ക് പോലും പറയാതെ കൊള്ളത്തില്ലെന്ന് പറയുന്ന നിങ്ങൾ എവിടത്തെ കെട്ടിയോനാ? എന്നാ നിങ്ങളെ ഞാൻ ഉണ്ടാക്കി കോഫി കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ദേവു അവൻ്റെ കയ്യിലെ കോഫി കപ്പ് പിടിച്ച് വാങ്ങിക്കൊണ്ട് അതൊന്ന് സിപ്പ് ചെയ്തു. ഡി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നിന്നെ പോലെ തന്നെയാണ് നിന്റെ കോഫിയും. അവളുടെ കയ്യിലെ കോഫി കപ്പ് തിരികെ വാങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നെ പോലെയോ? എന്ന് വെച്ചാ? ദേവ് മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. എന്ന് വെച്ചാ നല്ല സ്വീറ്റ് ആൻഡ് ഹോട്ടാണെന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം മരണാപമായി. അന്നേരമാണ് അനു സ്റ്റെയർ ഇറങ്ങി വരുന്നത്. അനുവിനെ കണ്ടതും ദേവു അബിയുടെ തോളിലേക്ക് ചാഞ്ഞു പോയിരുന്നു. അബി അപ്പോഴും ന്യൂസ് പേപ്പറിൽ തന്നെയാണ്. ഇതേ സമയം അടുക്കളയിലോട്ട് പോയ രണ്ടെണ്ണം തിരികെ മുഖം വീർപ്പിച്ചു വന്നു. അബിയുടെ തോളിൽ ചാഞ്ഞിരിക്കുന്ന ദേവുവിനെ കടുപ്പിച്ചു നോക്കി. കൂടെ അനുവും. ദേവു ചേച്ചി, ഞാൻ റെഡി ആയിട്ടോ. ചോട്ടുവിൻ്റെ ശബ്ദം കേട്ടതും ദേവു അബിയും അവളിലോട്ട് നോട്ടം പായിച്ചു. വാവ്, സൂപ്പർ, നമ്മൾ മാച്ചാണല്ലോ, അടിപൊളി. വാ, ഇനി ചേച്ചി ചോട്ടുവിനെ ഒന്നുകൂടി സുന്ദരിയാക്കിയേക്കാം എന്നും പറഞ്ഞു ദേവ് ചോട്ടുവിൻ്റെ കൈയും പിടിച്ച് തൻ്റെ മുറിയിലേക്ക് നടക്കുന്നത് അബി ചെറുചെറിയാലെ നോക്കി നിന്നപ്പോൾ ബാക്കി 3 പേരും അസൂയോടെ നോക്കി നിന്നു. അബി ഹോസ്പിറ്റലിലേക്ക് പോയതിന് പിന്നാലെ ആമയും ദേവും ചോട്ടുവും ഗോവിന്ദ മാമയുടെ വീട്ടിലേക്ക് പോയി. രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കുമ്പോൾ ആബിയുടെ കൂടെ എല്ലാത്തിനും ദേവും ഉണ്ടായിരുന്നു. ആ സമയത്ത് ചോട്ടു TV കാണുകയായിരുന്നു. ആ സമയത്ത് ബാക്കി 3 പേരും എന്തൊക്കെയോ ഗൂഢാലോചനയിലായിരുന്നു. അബി വരാൻ ലേറ്റാവും എന്ന് പറഞ്ഞത് പ്രകാരം അബിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ എല്ലാവരും ഭക്ഷണമൊക്കെയും കഴിച്ചു അവരവരുടെ മുറിയിലേക്ക് ചെന്നു. 11:30 മണി നേരത്താണ് അബി വീട്ടിലേക്ക് വരുന്നത്. ആ നേരത്ത് ദേവ് പഠിക്കുകയായിരുന്നു. ആഹാ, ഇതുപോലുള്ള നല്ല സ്വഭാവമൊക്കെ ഉണ്ടല്ലേ, തൻ്റെ വാച്ച് അഴിച്ചു മാറ്റിക്കൊണ്ടവൻ പറഞ്ഞു. ഇല്ലാതെ പിന്നെ എങ്ങനെയാ ഇവിടം വരെ എത്തുക? ഇയാൾ എൻ്റെ മാർക്സ് ഒന്നും കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ സീറ്റ് തന്നതുപോലും. അത് പറയുന്നതിനോടൊപ്പം അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനും അഴിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു. അവൻ്റെ ആ പ്രയോഗം കേട്ടതും അവളുടെ മുഖം ചെറുതായി ഇരുണ്ടു. അതെ, സൾഫ്യൂരിക് ആസിഡ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, വിനാശകാരിയാണ്. സൾഫ്യൂരിക് ആസിഡിലേക്ക് വെള്ളം ചേർക്കല്ല വേണ്ടത്, വെള്ളത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഡോക്ടർ അല്പം നോക്കിയും കണ്ടു നിന്ന ഡോക്ടർക്ക് കൊള്ളാം. ദേവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഷർട്ടും പനിയനും അഴിച്ചു മാറ്റി അതിന് പിന്നാലെ തൻ്റെ ബെൽറ്റ് അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അതോടൊപ്പം അവൻ്റെ കൈ പാൻറ്റിൻ്റെ സിബിലേക്ക് അമരുന്നത് കണ്ടതും അവൾ കണ്ണ് പൊത്തി പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. കഴിഞ്ഞു, ഇനി തിരിഞ്ഞോ? അവൻ്റെ ശബ്ദം കാതോരം പതിഞ്ഞതും അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കവിളിലേക്ക് അമർത്തി മുത്തി അവൻ വാഷ്റൂമിലേക്ക് നടന്നു. അബി കുളിയും കഴിഞ്ഞ് ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ധരിച്ചു വരുന്ന നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നു 5 പെങ്ങന്മാരും. കാര്യം എന്തെന്നറിയാതെ അബി എല്ലാവരെയും മാറി മാറി നോക്കി. ഹാപ്പി ബർത്ത്ഡേ അബിയേട്ടാ, 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഓ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണല്ലേ, ഞാൻ ഓർത്തില്ല. എനിവേ താങ്ക് യു, അബി എല്ലാവരോടായി പറഞ്ഞു. അബിയേട്ടാ, താങ്ക്സ് ഒക്കെയും പിന്നെ പറയാം, താഴേക്ക് വാ. അതും പറഞ്ഞ് എല്ലാവരും കൂടെ അബിയുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. അബി അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം ദേവുവിൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. വാ ചേച്ചി. ചോട്ടു ദേവുവിൻ്റെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. താഴെ ഒരു ഗ്രാൻഡ് കേക്ക് കട്ടിംഗ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ പുറമെ ആരവും ഹർഷനും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഹർഷന് ആരവുള്ളതുകൊണ്ട് കേക്ക് മുറിച്ച് ആദ്യം അബിക്ക് വായിൽ വെച്ച് കൊടുത്തത് ദേവ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മാത്രമേ പെങ്ങന്മാർക്ക് ചാൻസ് കൊടുത്തുള്ളൂ. എന്തൊക്കെയായാലും ബർത്ത്ഡേയുടെ കാര്യം ആരും തന്നോട് പറഞ്ഞില്ലല്ലോ. ആമി ചേച്ചിയോ ചോട്ടുവോ ആരും പറഞ്ഞില്ല എന്നോർത്ത് ദേവിന് നല്ല വിഷമം തോന്നി. കേക്ക് മുറിച്ച് കഴിഞ്ഞതും പെങ്ങന്മാർ ഓരോരുത്തരും അവന് ഓരോരോ ഗിഫ്റ്റ് കൊടുത്തു. ഒരാൾ ഷർട്ടും പാൻറ്റും, ഒരാൾ വാച്ച്, ഒരാൾ വാലറ്റ്,
ഒരാൾ സിൽവർ ബ്രേസ്ലെറ്റ്, ഒരാൾ ഷൂസ്, അങ്ങനെ ഓരോന്നായി കൊടുത്തു. അബിയേട്ടാ, ഭാര്യയുടെ ഗിഫ്റ്റ് എവിടെ? കണ്ടില്ലല്ലോ. അനുവിന്റെ ചോദ്യം കേട്ടതും എല്ലാവരുടെയും നോട്ടം ദേവുവിൽ മാത്രമായി. ദേവുവിനെ ഇൻസൾട്ട് ചെയ്യുക, അതായിരുന്നു അനുവിന്റെ ഉദ്ദേശം. ദേവു അന്നേരം അബിയെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് അബിയേട്ടൻ്റെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിയില്ല. ആരും എന്നോട് പറഞ്ഞതുമില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഗിഫ്റ്റും ഇല്ല. പക്ഷേ ഇനി ഞാൻ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല. ഹാപ്പി ബർത്ത്ഡേ മനുവേട്ടാ. തൽക്കാലം ഇതേ എൻ്റെ കയ്യിലുള്ളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേവ് മുകളിലോട്ട് കയറി പോകുന്നത് എല്ലാവരും നോക്കി നിന്നു. അച്ചു, അപ്പു, അനു ആ പോക്ക് ഉള്ളിലൂടെ ചിരിയോടെ നോക്കി നിന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് നല്ല വിഷമായി. ആരവും ഹർഷനും പോയതിന് പിന്നാലെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അബിയും തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. അബി മുറിയിലേക്ക് വന്നതും ബെഡിലിരുന്ന് കണ്ണുനീർ തുടക്കുന്ന ദേവുവിനെയാണ് കാണുന്നത്. അബിയെ കണ്ടതും അവൾ അവനെ ശ്രദ്ധിക്കാതെ അവന് മുഖം കൊടുക്കാതെ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നതും അബിയും അവളോട് ചേർന്ന് കിടന്നു. അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ച് തോളിൽ ചുംബിച്ചിട്ടും അവളിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ല എന്നറിഞ്ഞ അബി അവളുടെ കാതോരം നേർമയായി മുത്തിക്കൊണ്ട് വിളിച്ചു, അമ്മു. അവളൊന്നും മിണ്ടിയില്ല. അമ്മു, എനിക്ക് ഈ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഗിഫ്റ്റിനേക്കാളും ഇഷ്ടം പണം കൊടുക്കാതെ കിട്ടുന്ന ഗിഫ്റ്റാണ്. അതുപോലുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിലേ തന്നാ മതിനെ, ഞാൻ സ്വീകരിച്ചോളാം. അടുത്ത ബർത്ത്ഡേ വരെ ഓർത്തു വെക്കാനായി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതേ മനുഷ്യ, നിങ്ങളുടെ ചാട്ട എങ്ങോട്ടാണെന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി കിടക്കുക. ഇനി എന്തേലും ഇല്ല, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. ദേവ് അവൻ്റെ കൈയെടുത്ത് മാറ്റി അവന് നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞു, അതിന് നീ എന്തിനാ എന്നോടിങ്ങനെ ചൂടാവുന്നേ? സ്നേഹമുള്ള ഭാര്യ ആയിരുന്നേ, ഭർത്താക്കന്മാരുടെ ബർത്ത്ഡേ ഓർത്തു വെക്കുമായിരുന്നു. അബിയും വിട്ടുകൊടുത്തില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. എന്നാ കേട്ടോ, ഞാനേ സ്നേഹമുള്ള ഭാര്യ അല്ലെങ്കിലോ? അതുപോട്ടെ, ഇയാൾക്ക് എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്നറിയോ? അതറിയാൻ എന്തിരിക്കുന്നു, ഏപ്രിൽ 1 അല്ലേ? ഇതുകൂടിയായിരുന്നു ദേവുവിന് ദേഷ്യം ഇരച്ചു കയറി. പിന്നെ ഒന്നും നോക്കിയില്ല, തലയണെടുത്ത് അവനെ തലങ്ങനും വിലങ്ങനും അടിക്കാൻ തുടങ്ങി. ആദ്യം അവൻ ഇത്തിരി കൊണ്ടു നിന്നുവെങ്കിലും അവസാനം അവൻ അവളുടെ കൈ കയറി പിടിച്ചു അവളെയും കൊണ്ടുവന്ന് മറിഞ്ഞു. ഇപ്പോൾ അവളുടെ മേലെയാണ് അവനുള്ളത്. അവളുടെ ഇരു കൈയും ലോക്ക് ചെയ്ത് വെച്ച് അവളുടെ മേലെ അമർന്നതും അവൾ ആവും പോലെ കുതറി മാറാൻ നോക്കിയെങ്കിലും അവസാനം തോൽവി സമ്മതിച്ചു അടങ്ങിക്കിടന്നതും അവനൊന്നുയർന്നു പൊങ്ങി. അവളുടെ ഇരുകാലം അകത്തി വെച്ച ആ നിമിഷം അവളുടെ കണ്ണ് പുൾസൈ പോലെയായി വന്നു. ഉള്ളിലെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവനൊന്നുകൂടെ അവളിലേക്ക് അമർന്നതും അവൾ നീങ്ങിപ്പോയിരുന്നു. നിനക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം? അവളുടെ കാതൂർ അവൻ ആർദ്രമായി ചോദിച്ചു. ഇതിനിടയിൽ ഇയാൾ എന്തിനാ ഫ്ലേവർ ചോദിക്കുന്നത്? എന്തായാലും ചോദിച്ചതല്ലേ, പറഞ്ഞേക്കാം, ദേവ് മനസ്സിൽ വിചാരിച്ചു. ഐസ്ക്രീം ആണെങ്കിൽ സ്പാനിഷ് ഡിലൈറ്റ് ഇഷ്ടമാണ്. ടെൻഡർ കോക്കനട്ടും കൊള്ളാം. ഇനിയിപ്പോൾ കേക്കാണെങ്കിൽ വാൻചോ, പിന്നെ റെഡ് വെൽവെറ്റ്, ചോക്ലേറ്റ് ഫഡ്ജ്, മിക്സ്ഡ് ഫ്രൂട്ട്, ഇതൊക്കെ ഇഷ്ടമാണ്. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ അവളിൽ നിന്ന് അകന്ന് മാറി ബെഡിൽ മലർന്നു കിടന്ന് കുറച്ച് ഉറക്കെ ചിരിച്ചു പോയി. എന്തോ മനുഷ്യ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? നിങ്ങൾക്ക് വട്ടായാ? പിന്നെ ചിരിക്കാതെ. എൻ്റെ അമ്മൂസ്, ശരിക്കും നീ മണ്ടിയാണോ അത് എന്നെ മണ്ടനാക്കുകയാണോ? എൻ്റെ പൊന്നെ, ഞാൻ ഉദ്ദേശിച്ചതേ മറ്റേ പ്രൊട്ടക്ഷൻ്റെ ഫ്ലേവറാണ്. ഇത് കേട്ട ദേവ് കിളി പോയി നിൽക്കുവാണ്. ആഹാ, നിങ്ങളങ്ങനെ കൂടുതൽ ഉദ്ദേശിക്കണ്ട കേട്ടാ. എന്നാൽ കേട്ടോ, എനിക്ക് ഒരു ഫ്ലേവറും ഇഷ്ടമല്ല. അവരിൽ നിന്നും കുറച്ച് അകലം പാലിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. എന്നാൽ വേണ്ട, നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ലാതെ നോക്കാം. അവസാനം വല്ലതും സംഭവിച്ചാൽ എന്നെ പറഞ്ഞേക്കരുത്. അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് അഭി പറഞ്ഞു. അടുക്കരുത്. കുരിശു കണ്ട ചെകുത്താനെ പോലെ നീങ്ങിക്കൊണ്ട് ദേവും പറഞ്ഞു. എൻ്റെ ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? ഇതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ എങ്ങനെ നാളെ ഇങ്ങേരുടെ ക്ലാസ്സിലിരിക്കുമെന്തോ. ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. ഏത് നേരത്താണാവോ ആ തെണ്ടിയുടെ തല പൊട്ടിക്കാൻ തോന്നിയേ? ഇല്ലെങ്കിൽ അവിടെ തന്നെ പഠിക്കായിരുന്നു എന്നും പറഞ്ഞവൾ തലവഴി പുതപ്പ് മൂടി കിടന്നതും അവൻ പുതപ്പ് വലിച്ചു മാറ്റാൻ നോക്കി. ഡി അമ്മു, ഇങ്ങോട്ട് നീങ്ങിക്കിടക്ക്, ഞാനൊന്നും ചെയ്യില്ല. വേണ്ടായേ, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. രാത്രി ഇങ്ങനെ തേനും പാലും ഒലിപ്പിച്ചേ, രാവിലെ ആ മസിലും പിടിച്ചില്ല ആ ക്ലാസ് എടുപ്പ്. എൻ്റെ പൊന്നോ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൾ പുതപ്പ് ഒന്നുകൂടി വലിച്ചു കയറ്റിയതും ഒരുപാട് വൈകിയത് കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കോളേജിൽ പോകണം, ആമിയെ ഹെൽപ്പ് ചെയ്യണം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിറ്റേന്ന് രാവിലെ 6 മണി നേരത്തെ ദേവി എഴുന്നേൽക്കുകയായിരുന്നു. എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് മുഖൊക്കെയും കഴുകി ഒന്ന് ഫ്രഷായി കുളി പിന്നത്തേക്ക് മാറ്റിവെച്ച് താഴേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവനെ അവൾ ഒന്നുകൂടെ നോക്കുന്നത്. അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ മുടിയിലേക്ക് പതിയെ വിരലൊടിച്ചു. ആ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ടവൾ ബർത്ത്ഡേ വിഷ് ചെയ്തു താഴേക്ക് നടന്നു. ആമിയും ദേവും കൂടെ അടുക്കളയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ അബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യമോ തനിക്കോ ചോട്ടുവിനോ അറിയില്ലെന്നും താൻ കൊടുത്ത ഗിഫ്റ്റ് അത് അനു വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ആമി തൻ്റെ നിരപരാധിത്വം ദേവുവിന് മുന്നിൽ തുറന്നു പറഞ്ഞതും താനത് അപ്പോഴേ മറന്നു എന്നും പറഞ്ഞു ദേവു ചിരിക്കുകയാണ് ചെയ്തത്.
ആമിയും ദേവും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിനിടയിലാണ് ഗ്യാസ് സിലിണ്ടർ കഴിയുന്നത്. ഔട്ട് ഹൗസിലായിരുന്നു സിലിണ്ടർ ഉണ്ടായിരുന്നത്. ആമി തിരക്കിലായതുകൊണ്ട് ദേവും അപ്പവും കൂടി ആയിരുന്നു സിലിണ്ടർ എടുക്കാൻ വേണ്ടി പോയത്. ആദ്യമായി അങ്ങോട്ട് വന്നതുകൊണ്ട് ദേവ് ഔട്ട് ഹൗസ് മുഴുവൻ നോക്കി കാണുകയായിരുന്നു. അതിനിടയിലാണ് ചുരുട്ടിവെച്ച ഇലക്ട്രിക് വയർ അപ്പുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തനിക്ക് അഭിയേട്ടനിൽ നിന്നും വെറുതെ വഴക്ക് കേൾപ്പിച്ച ദേവുവിന് ചെറിയൊരു പണി കൊടുത്തേക്കാം എന്ന് കരുതി വയറിൻ്റെ ഒരു ഭാഗം പ്ലഗിൽ കുത്തി സ്വിച്ചിട്ട് മറുഭാഗം ദേവ് കാണാത്ത പോലെ താഴെയിട്ടു. ശേഷം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നിലത്തേക്ക് ഒഴിക്കുകയും ചെയ്യുകയായിരുന്നു. ശേഷം ദേവ് കാണാതെ അപ്പോൾ അവിടെ നിന്ന് മെല്ലെ മുങ്ങി. അപ്പുവിനെ അന്വേഷിച്ച് അതിലൂടെ നടന്നു വരികയായിരുന്ന ദേവു വയറിലും വെള്ളത്തിലും ചവിട്ടി ഷോക്കേൽക്കുകയാണ്. സിലിണ്ടർ എടുക്കാൻ പോയ ദേവുവിനെയും അപ്പുവിനെയും കാണാനിട്ടാണ് ആമി ചോട്ടുവിനെ അങ്ങോട്ട് വിടുന്നത്. ഷോക്കേറ്റ് പിടയുന്ന ദേവുവിനെ കണ്ട് ചോട്ടു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. അന്നേരം അടുക്കളയിൽ അഭിയും കൂടി ഉണ്ടായിരുന്നു. ചോട്ടു, എന്താടാ കരയുന്നത്? അഭിയാണ് ചോദിച്ചത്. അവിടെ ദേവ് ചേച്ചി. ചോട്ടു മുഴുവനാക്കും മുൻപേ അഭി അങ്ങോട്ട് ഓടിയിരുന്നു. ഔട്ട് ഹൗസിൽ കയറി ചെന്ന് അഭി കാണുന്നത് നിലത്ത് കിടന്ന് പെടയുന്ന ദേവുവിനെയും. അവൻ അരികിലേക്ക് ചെന്ന് അവിടെ ഒന്ന് ചവിട്ടിയതേ ഉള്ളൂ. അഭി തെറിച്ച് വീഴുകയായിരുന്നു. ആ നേരത്താണ് നിലത്ത് വീണ് കിടക്കുന്ന ഇലക്ട്രിക് വയറും അത് പ്ലഗിൽ കണക്ട് ചെയ്തതും അഭിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അഭി പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ദേവുവിൻ്റെ അരികിലേക്ക് ഓടിപ്പോയി അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തതും അവളിൽ നിന്നൊരു പ്രതികരണവും ഇല്ല എന്ന് കണ്ട അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു നോക്കിയെങ്കിലും അവൾ കണ്ണു തുറന്നതേയില്ല. അപ്പോഴേക്കും ആമി വെള്ളവുമായി വന്നു. വെള്ളം കുടഞ്ഞു നോക്കി, എന്നിട്ടും പ്രതികരണമില്ല എന്നറിഞ്ഞ അഭി അവളുടെ പൾസ് നോക്കിയതും അവൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു. നേരിയ പൾസ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ അഭി അവളെയും കൈകളിൽ കോരിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോഴേക്കും അപ്പു, അച്ചു, അനുവും അങ്ങോട്ട് എത്തിയിരുന്നു. അഭി 3 പേരെയും കൽപ്പിച്ചു നോക്കി. ഇതാര് ചെയ്തതാണെങ്കിലും അതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും. ഇവൾ എൻ്റെ ഭാര്യയാണ്. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ എൻ്റെ പാതി. നിങ്ങൾക്കിങ്ങനെ തട്ടിക്കളിക്കാനുള്ള ഉപകരണമല്ല ഇവൾ. കുറേ നാളായി ഞാൻ പലതും കാണുന്നു, പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ കിടക്കുന്നത് എൻ്റെ പ്രാണനാണ്. എൻ്റെ പ്രാണൻ പോയാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? അതുകൊണ്ടേ 3 ഇവളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്.